അത് ആണെങ്കിൽ പിന്നെ കാറ്റഗോറിയൽ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യേണ്ടത് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അതിനുള്ള ട്രെയിനിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ ശനി ഞായറൊക്കെ ട്രെയിനിങ്ങിന് പോവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. പ്ലാനിങ് കറക്റ്റായിട്ട് വേണം. ഏത് കോഴ്സിന് നമ്മൾ പോയാലും നമ്മളതിൻ്റെ മെൻ്റൽ പ്ലാനിങ്ങും സാധനങ്ങളും എല്ലാം നമ്മൾ ഇപ്പോൾ ചെയ്യണം. ഇപ്പോൾ ചെയ്താൽ സമയം ഒട്ടും പാഴാവത്തില്ല. വേൾഡ് ഈസ് വെരി കോമ്പറ്റേറ്റീവ്. ചിലപ്പോൾ 1 or 2 years നമ്മൾ മിസ് ഔട്ട് ചെയ്താൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്താണ് ഹാപ്പൻ ചെയ്യുന്നത് എന്നതിനെ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് നമ്മൾ പോകണം. അതിനെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്കന്നേരം ഇതിൻ്റെ ഡിസ്കഷൻ ഇപ്പോൾ 12:30 നിർത്തണം. അതിനു മുമ്പ് സോൾഡറിങ്ങും കൂടെ ഒന്ന് കാണിച്ചങ്ങ് നിർത്താം. ബ്രേസിങ് നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മളിനി സോൾഡറിങ് എന്താണ്? സോൾഡറിങ് എന്ന് പറയുമ്പോൾ ആൾമോസ്റ്റ് ബ്രേസിങ്ങുമായിട്ട് ഈക്വലൻ്റ്. പില്ലർ മെറ്റീരിയലിന് പകരം നമ്മൾ അതിനെ സോൾഡർ എന്ന് പറയുന്നതേ ഉള്ളൂ. അന്നേരം പിന്നെ നമുക്ക് ഈ സോൾഡറിങ് എവിടെ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ PCBയിലെ നമ്മൾ മിക്കവാറൊക്കെ സോൾഡറിങ് നമ്മൾ കണ്ടിട്ടുള്ളത്. അന്നേരം അത് തന്നെയാണ് അതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ. അന്നേരം അതാണ് സോൾഡറിങ്. അന്നേരം നമുക്ക് അവിടെ ഒരു സോൾഡറിങ് അയൺ ഉണ്ട്. ആ സോൾഡറിങ് അയണിനെ നമ്മൾ മെൽറ്റ് ചെയ്യും. ടെമ്പറേച്ചർ വെച്ച് നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അന്നേരം നമുക്കൊരു പിന്നെ സോൾഡറിങ് അയൺ എന്ന് പറയുന്ന എക്യുപ്മെന്റ് നമ്മുടെ കയ്യിലുണ്ട്. അന്നേരം അത് വെച്ചിട്ട് നമ്മളതിനെ ചൂടാക്കും, സോൾഡറിനെ ഉരുക്കും, ദെൻ വി ക്യാൻ ഹാവ് ദി ജോയിന്റ്. അന്നേരം അതാണ് സോൾഡറിങ്. ബ്രേസിങ്ങും അത് തന്നെ. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ PCB ബോർഡ്സിലൊന്നും നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അന്നേരം സോൾഡറിങ് നോക്കിയാൽ സോൾഡറിങ് ഈസ് സിമിലർ ടു ബ്രേസിങ്. കണ്ടോ, സിമിലർ ടു ബ്രേസിങ്. ഇൻ വിച്ച് എ ഫില്ലർ മെറ്റൽ, അതാ സോൾഡർ എന്ന് പറയുന്നത്. ഇൻ വിച്ച് എ ഫില്ലർ മെറ്റൽ വിത്ത് മെൽറ്റിംഗ് പോയിന്റ് നോട്ട് എക്സീഡിങ് 450. നേരത്തെ കണ്ട അതേ ടെമ്പറേച്ചർ തന്നെ എവിടെയും പറയുന്നത്. അന്നേരം നമ്മൾ സോൾഡറിങ്ങിലും പിന്നെ ബ്രേസിങ്ങിലും ഈ ടെമ്പറേച്ചർ റേഞ്ച് നമ്മൾ ഓർത്തിരിക്കണം. ഇത് നമ്മൾ ആൻസർ ചെയ്യുമ്പം നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു പോയിന്റാണ്. And is distributed by capillary action between the facing surfaces of the metal parts being joined. As in bracing, no melting of the base metal occurs, but the filler metal wets and combines with the base of the metal to form a metallurgical bond. നമ്മൾ ചെയ്ത പിന്നെ ബ്രേസിങ്ങിലെ പോലെ തന്നെ സോൾഡറിങ്. മനസ്സിലായി? Details of soldering are similar to those of bracing, and many of the heating methods are same. Surfaces to be soldered must be pre-cleaned, so they are free of oxides, oils, and so on. An appropriate flux must be applied to the facing surfaces, and the surfaces are heated. Filler metal, നമ്മൾ പറയുന്ന സോൾഡർ, നമ്മളൊക്കെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച ഫില്ലർ മെറ്റലിനെ ഒരു സോൾഡർ എന്നാ പറയുക. ഈസ് ആഡഡ് ടു ദ ജോയിന്റ് വിച്ച് ഡിസ്ട്രിബ്യൂട്ട്സ് ഇറ്റ്സെൽഫ് ബിറ്റ്വീൻ ദ ക്ലോസ്ലി ഫിറ്റിംഗ് പാർട്സ്. Advantages: low energy input relative to bracing, variety of heating methods available, good electrical and thermal conductivity, capability to make airtight and liquid tight seals of containers, easy to repair. The biggest disadvantage of soldering are low joint strength. നമുക്ക് അങ്ങനെ വലിയ ജോയിന്റ് സ്ട്രെങ്ത് വേണ്ടതാണ്. Unless reinforced by mechanically means. Possible weakening or melting of the joint in elevated temperature. That is a disadvantage. Solders and flexes. Most solders are alloys of tin and lead. ആണ് ഇത് നമ്മൾ നേരത്തെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. Most solders are alloys of tin and lead. Both metals have low melting points. Their alloys possess a range of liquidus and solidus temperature to achieve good control of the soldering process. Lead is poisonous and its percentage is minimized in most of solder compositions.
Tin is chemically active at soldering temperatures and promotes the wetting action required for successful joining. The lead is a poisonous material. Soldering flux. Molten metal at soldering fluxes do the following. D. Molten metal at soldering temperatures. Remove oxide films. Prevent oxidation. Promote wetting. Readily replaced by molten solder during the process. Leave a residue that is non-corrosive and non-conductive. ഓക്കെ, അന്നേരം അത് എന്താണ് നമ്മൾ പറഞ്ഞത്? ഇതിൻ്റെ സോൾഡറിങ് ഫ്ലക്സിൻ്റെ എന്തൊക്കെയാണ് സോൾഡറിങ് ഫ്ലക്സിൻ്റെ ഉപയോഗങ്ങൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞത്. ഇനി soldering fluxes can be classified as organic or inorganic. Organic or inorganic. ഓർഗാനിക് എന്താന്ന് നോക്കിയാൽ ഇറോഗാനിക് എന്താന്ന് നോക്കിയാൽ ഇൻഓർഗാനിക് എന്താന്ന് നോക്കിയാൽ. Organic fluxes are made of either rosin, that is natural ആയിരിക്കും. Natural rosin such as gumwood is not water soluble, or water soluble ingredients, alcohols, organic acids and halogenized salts. The water soluble type facilitates cleanup after soldering. Organic fluxes are most commonly used for electrical and electronic connections. നിങ്ങൾ പറയേണ്ട ഇത്രയേ ഉള്ളൂ. ഓർഗാനിക് are used, organic fluxes are mostly used for electrical and electronic connections. They tend to chemically reactive and at elevated temperature, elevated soldering temperature, but relatively non-corrosive. Inorganic fluxes consist of inorganic acids and salts. Ammonium chloride and ammonium, zinc and ammonium chloride. Zinc and combinations of zinc and ammonium chlorides. Soldering methods. ഞാനിത് നേരത്തെ പറഞ്ഞത് ഹാൻഡ് സോൾഡറിങ്. ഹാൻഡ് സോൾഡറിങ് hand soldering. 3 methods. These methods include torch soldering, furnace soldering, induction soldering, resistance soldering. നമ്മൾ നേരത്തെ കണ്ട ആ മെത്തേഡുകളൊക്കെ തന്നെ. Hand soldering. Hand soldering is performed manually using a hot soldering iron. നമ്മൾ soldering iron എന്ന് പറയാം. It made of copper is the working end of soldering iron. Its functions are to deliver heat to the parts being soldered, to melt the solder, to convey molten solder to the joint, and to withdraw excess solder. Most of modern soldering irons are heated by electrical resistance. Okay, അത് ഹാൻഡ് സോൾഡറിങ്. ഹാൻഡ് സോൾഡറിങ് നമ്മൾ പിന്നെ ചിലർ നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ചെറിയ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഈ സോൾഡറിങ് അയൺ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് മിക്കവാറും സമയങ്ങളിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് അതിനകത്ത് നമുക്കൊരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നമുക്ക്. ഇനി വേവ് സോൾഡറിങ്. Wave soldering is a mechanized technique that allows multiple lead wires to be soldered to a printed circuit board as it passes over a wave of molten solder. The typical setup is one in which a PCB on which electronic components have been placed with their lead wires. And ഈ ഫിഗർ മനസ്സിലാവും. കണ്ടോ? ഇത് പലതരം PCB ബോർഡുകളാണ്. PCB ഇതിനെ ഇതിൽ കൂടെ കയറ്റി വിടും.
Wave soldering in which molten solder is delivered up through a narrow slot into the underside of a printed circuit board to connect the component lead wires. ഇതാണ് പിന്നെ ഇതിലൂടെ കയറി പോവും. ഇതിലൂടെ ഇത് പോകുമ്പോഴത്തേക്ക് ഈ കമ്പോണൻസ് വേരിയസ് കമ്പോണൻസിനെ നമുക്ക് ഇങ്ങനെ സോൾഡർ ചെയ്യാം. അതെന്താ പറയുന്നത്? വേവ് സോൾഡറിങ് എന്ന് പറയുന്നത്. Wave soldering is a mechanized technique that allows multiple lead wires to solder to a printed circuit as it passes over a wave of molten solder. Passes over a wave of molten solder മേലിലൂടെ അത് പോകും. അതുകൊണ്ട് വേവ് സോൾഡറിങ് എന്ന് പറയുന്നത്. Typical setup is one in which a PCB on which electric components have been placed with their lead wires extending through the holes in the board is loaded into a conveyor for transport through the wave soldering equipment. The conveyor supports a PCB on its side so that its underside is exposed to the processing steps. Flux is applied in using several methods, including forming, spraying, brushing, preheating, and infrared to evaporate solvents. ഇത് ഈ ഫിഗർ നമ്മൾ വരയ്ക്കുമ്പോൾ ഇത്രയും അതിനകത്ത് ജസ്റ്റ് നമ്മൾ ആ ഫിഗർ ഒന്ന് കാണിച്ചാൽ മതി. എന്നുണ്ട് 2 കമ്പോണന്റ് കാണിക്കണം. എ പൂൾ ഓഫ് എ വേവ് ഓഫ് സോൾഡർ പോകുന്ന കാണിക്കണം. അതിനകത്തോട്ട് ഇങ്ങനെ പോകുന്ന കാണിച്ചു. മനസ്സിലായി? അതിനാണ് വേവ് സോൾഡർ. ഇനി റീഫ്ലോ സോൾഡറിങ്. This process is also widely used in electronics to assemble surface mount components to printed circuit boards. In the process, a solder paste consisting of solder powders in a flux binder is applied to spots on the board where electrical contacts are to be made between surface mount components and the copper circuit. The components are then placed on the paste spots, and the board is heated to melt the solder, forming mechanical and electrical bonds between the components and leads and the copper on the circuit. Okay, ഇതാണ് സോൾഡറിങ് മെത്തേഡ്സ്. ഇതിനകത്ത് സോൾഡറിങ് എന്താന്ന് പറയുക, അഡ്വാൻറ്റേജസ് പറയുക, ഡിസഡ്വാൻറ്റേജ് പറയുക, ആൻഡ് സോൾഡറിൻ്റെ ഫ്ലക്സിൻ്റെയും ഫങ്ഷൻസ്. ഓക്കെ, അതോടുകൂടി അത് കഴിയും. എന്നിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടെ, പിന്നെ പറഞ്ഞത് സോൾഡറിങ്ങും ബ്രേസിങ് ആൾമോസ്റ്റ് ഈക്വൽ സാധനങ്ങളാണ്. ഒരെണ്ണം വെച്ച് രണ്ടെണ്ണം വേണമെങ്കിൽ 2 ആൻസർ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. only thing is സോൾഡർ ഡിഫറെൻ്റാ, പില്ലർ മെറ്റീരിയൽ ഡിഫറെൻ്റാ. പിന്നെ ഇതിനകത്ത് നമ്മളൊരു വേവ് സോൾഡറിങ് മെത്തേഡ് നമ്മൾ കണ്ടു. അതിന് ഒരു സോൾഡറിങ് പൂളിലൂടെ PCB കടത്തിവിടുക ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നമുക്ക് 4th മോഡ്യൂൾ ഇസ് ഓവർ. 4th മോഡ്യൂൾ കഴിഞ്ഞു. 5th മോഡ്യൂളിൻ്റെ ഞാൻ മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. നിങ്ങൾ ആ മെറ്റീരിയൽ നോക്കണം. നമുക്കൊരു 5th മോഡ്യൂളിൻ്റെ ഒരു ഓവർവ്യൂ പോലെ അടുത്ത ക്ലാസ് നോക്കാം. ഞാൻ പിന്നെ ഈ ശനി ഞായറും കൂടെ തരിക. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നോട്ട്സ് പ്രിപ്പയർ ചെയ്തണം, കാണണം. ഇവിടെ റൂമിൽ വന്നിട്ട് നോട്ട്സ് എഴുതാനായിട്ട് നിൽക്കേണ്ട. പേപ്പർ ഉണ്ടെങ്കിൽ പേപ്പർ എന്തായാലും നമുക്ക് ഇവിടെയൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അന്നേരം അതുകൊണ്ട് പേപ്പറിനകത്ത് നമ്മളിത് പ്രിപ്പയർ ചെയ്താൽ മതി. ഇവിടെ കൊണ്ടുവന്നത് അറ്റാച്ച് ചെയ്താൽ മതി. അതുകൊണ്ട് ഇത് എല്ലാവരും നമുക്ക് ഏപ്രിലിൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇവിടെ വന്നിട്ട് ഇതിന് പ്ലീസ് അത് ചെയ്യരുത്. നിങ്ങളുടെ ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ നമുക്ക് പിന്നെ ഗ്രൂപ്പ് കോളൊക്കെ വിളിക്കുന്ന കണക്ക് ഇപ്പോൾ ഇത് കണക്കൊരു പിന്നെ ലിങ്ക് ഉണ്ടാക്കിയാൽ നമുക്ക് 5, 10, 15 പേര് ചേർന്ന് ഒരു ഡിസ്കഷൻ പോലെ വെച്ചിട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഒക്കെ നമുക്കുണ്ട്. അന്നേരം അതുകൊണ്ട് അതിനൊക്കെ ഒരു ദിവസം 1 മണിക്കൂറോ 2 മണിക്കൂറോ നമ്മളൊന്ന് മെനക്കെട്ടാൽ നമുക്ക് ഒരു ഇഷ്ടമുള്ള ഗ്രൂപ്പുകൾ കാണുമല്ലോ. ഇപ്പോൾ ക്ലാസ്സിൽ എല്ലാവരും ഒരു ഗ്രൂപ്പായിരിക്കണം എന്നാഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. മെക്കാനിക്കൽ 3 ബാച്ച്. ഇപ്പം ബാച്ചുകൾ തമ്മിലുള്ള പിന്നെ
പലപ്പോഴും അങ്ങനെയുള്ള മിംഗ്ലിംഗ് ഒക്കെ വളരെ കുറവാണ്. അത് മെക്കാനിക്കലിനെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല. ഇപ്പോഴും പലരും ബാച്ച് വൈസ് നിൽക്കുക. എന്നിരുന്നാലും ബാച്ചിലുള്ള എല്ലാ ആൾക്കാരെയും നമുക്കറിയണം. നമ്മൾ അവരുടെ പെർഫോമൻസിനെ കുറിച്ച് ഒരു ക്ലാസ്സിൽ ഒരു ലീഡിങ് റോളിൽ നിൽക്കുന്നവർ എപ്പോഴും അവരെ കൂടെ ടേക്ക് കെയർ ചെയ്യണം. ക്ലാസ് എപ്പോഴും നല്ലതാവുന്നത് എപ്പോഴാ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ മനുഷ്യരാ. അന്നേരം മനുഷ്യർക്ക് എവിടെ സൊസൈറ്റിയിൽ നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, നമ്മൾ പല തരത്തിലുള്ള ആൾക്കാരാണ്. അതിന്റെ ഒരു രീതി അത്. നമ്മൾ പലതരം സ്വഭാവക്കാരാണ്. അങ്ങനെ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചത്. അതുകൊണ്ട് അത് അതിന്റെ ഒരു രീതി അതാണ്. അന്നേരം അതുകൊണ്ട് നമ്മൾ പല തരത്തിലുള്ള ആൾക്കാർ, ഉഴപ്പന്മാർ കാണും, നല്ലവണ്ണം ഭയങ്കര ആത്മാർത്ഥമുള്ള മനുഷ്യർ കാണും, എല്ലാവർക്കും മനസ്സിലാവണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ കാണും. അങ്ങനെ പല ഒരു കോമ്പിനേഷനായിരുന്നു നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ക്ലാസ് നന്നാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കുരുത്തക്കെട്ടവന്മാരുടെ കൈ ക്ലാസ് കൊണ്ട് കൊടുക്കരുത്. മനസ്സിലായി? ഈ കുരുത്തക്കെട്ടവരൊക്കെ നന്നാവും, അത് വേറെ കാര്യം. നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത്, ബിടെക്കിന് എൻ്റെ എക്സ്പീരിയൻസിൽ ബാക്ക് ബെഞ്ചസ് ആരും നന്നാവത്തില്ല എന്ന് നമ്മൾ വിചാരിക്കും. നന്നാവും. ഒരു മിനിറ്റ്. ഷാഫി അല്ല ഇസ്ലാം, എന്തോടാ? അല്ല, അൽഹംദുലില്ലാ. ഓ അവനെ ആ ആ ആ ആ ആ എനിക്കറിയാം. പിന്നെ ഇവിടെ പഠിപ്പിച്ച ആളല്ലേ? ഇവിടെ അത് നന്നായി. അത് ശരി, അൽഹംദുലില്ലാ, നന്നായി. പക്ഷെ മറ്റേ ഹാരിസിന്റെ ആ പയ്യനും കിട്ടേണ്ടത് വലിയ ആവശ്യമാണ്. ആ പയ്യനും കിട്ടേണ്ടത് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. മനസ്സിലായോ? അതാ ഞാൻ പറഞ്ഞത്, അവൻ ആവശ്യമായിരുന്ന അത് എന്തായാലും അവന്റെ ലൈഫിൽ വലിയൊരു സാധനം. അവർക്കൊരു സമാധാനം. ഒരുപാട് കാലമായിട്ട് ഫസ്റ്റ് ശ്രമിക്കാം. നമ്മളൊക്കെ പലതവണ നടന്നില്ല. മനസ്സിലായോ? നടന്നില്ല. അല്ല, അവൻ നല്ല വീട്ടക്കാരനാണ്. നല്ല വീട്ടക്കാരനാണ്. അത് മാത്രമല്ല, ഈ ഫസൽ പോലും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും? മനസ്സിലായി? ഈ പിള്ളേരെ കൺട്രോൾ ചെയ്യുന്നതിനകത്ത് പിള്ളേരെ അതാ പറയുന്നത്, പിള്ളേരെ കൺട്രോൾ ചെയ്യുന്നതിനകത്ത് അവൻ വലിയ ഫാക്ടർ ആയിട്ട് വരും. തീർച്ചയായും നന്നായിട്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ ഈ ഇവിടെ ഇരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നത്. മാത്രമേ ഉള്ളൂ. അതാ മാത്രമേ ഉള്ളൂ. നമ്മുടെ HOD കാറുണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാൻ പറ്റുന്നത്. അന്നേരം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ അവരുടെ കുരുത്തക്കെട്ടവരെ കൊണ്ട് കൊടുക്കാതെ നമ്മൾ ഈ കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവരെ, കുരുത്തക്കെട്ടവരെല്ലാം നന്നാവും. അങ്ങനെ ഒരു തർക്കവും വേണ്ട. എൻ്റെ ജീവിത എക്സ്പീരിയൻസ് അതാ. അവരൊക്കെ വലിയ പൊസിഷൻ ഓക്യുപ്പൈ ചെയ്യുന്ന ഒരു സമയമാവും. അതൊക്കെ വരും. പക്ഷെ നമ്മൾ ഈ ക്ലാസ്സിൽ കുരുത്തം കെട്ട ഒരു രീതി നമുക്ക് ഇപ്പൊ പറ്റത്തില്ല, ഈ പ്രായത്തില്. മനസ്സിലായി? എന്നിട്ട് അതുകൊണ്ട് അമ്മരുടെ ഇത് പിടിച്ചു വാങ്ങിച്ച് നമ്മുടെ ക്ലാസ്സിനെ അല്ലാത്തവർ കൊണ്ടു നടക്കുമ്പോഴാണ് ക്ലാസ് നന്നാവുന്നത്. ഭയങ്കര രസമായിരിക്കും ക്ലാസ്. അതൊക്കെ ശ്രമിക്കണം. അന്നേരം ആരെങ്കിലും ലീഡിങ് റോൾ എടുത്ത് പഠിത്തത്തിനായിട്ട് ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഈ സമയത്ത് പഠിച്ചാൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് അടുത്ത ആഴ്ച നോട്ട്സ് നോക്കാം. അടുത്ത ആഴ്ച മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്യുന്ന നോട്ട്സ് നോക്കാനായിരിക്കും. പ്രിപ്പറേഷൻ എങ്ങനെ അറിയാമെന്നായിരിക്കും. പ്രിപ്പയർ ചെയ്തേ പറ്റത്തുള്ളൂ. ആ പ്രിപ്പയർ ചെയ്യുന്നതിന് ഞാൻ പറയുക, പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ആത്മാർത്ഥതയ്ക്ക് സെഷണൽ മാർക്കിൽ ഞാനത് നോട്ട് ചെയ്യും. സെഷണൽ മാർക്കിന് അതിനൊരു അഡ്വാൻറ്റേജ് കാണും. അത് പറയുക. അന്നേരം അതുകൊണ്ട്
അത് പ്രിപ്പയർ ചെയ്യുന്നതിന് അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് തരും. ഓക്കെ, നേരത്തെ ഞാനിപ്പം അറ്റൻഡൻസ് എടുക്കാനായിട്ട് നിൽക്കുന്നില്ല. പിന്നെ നേരത്തെ ഉള്ള ക്ലാസ്സിൽ അറ്റൻഡൻസ് ചെയ്തതിന് ഞാൻ പിന്നെ ഇടാനായിട്ട് തീരുമാനിച്ചു. ഓക്കെ, പരാതിയൊന്നും ഇല്ലല്ലോ അറ്റൻഡൻസ് ഇടുന്നതിനകത്ത്? പരാതി ഉണ്ടെങ്കിൽ പറയണം. ശരി, ഓക്കെ, കാണാം. താങ്ക് യു സർ. Thank you, sir.